കാര്യം പറയട്ടെ, അദ്ദേഹം ഞാൻ രണ്ടും പറയാം, ഇംഗ്ലീഷ് പരിജ്ഞാനവും പറയാം, ഹിപ്പോക്രസിയും പറയാം. എന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം രാജീവ് ചന്ദ്രശേഖരനോട് ആദ്യം മലയാളത്തിൽ നേരെ പഠിക്കാൻ പറ, മലയാളത്തിൽ സംസാരിക്കാൻ ഞാൻ സംസാരിച്ചു. രാജീവ് ചന്ദ്രശേഖരന്റെ മലയാളം ശരിയാക്കിയിട്ട് എന്റെ ഇംഗ്ലീഷ് ശരിയാക്കി അങ്ങോട്ട് വന്നാൽ മതി. രണ്ട്, ഹിപ്പോക്രസിയെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞല്ലോ, ഈ അമ്രാറാം ഞങ്ങൾ രാജസ്ഥാനിൽ നിന്ന് CPIM ഒരാളെ ജയിപ്പിച്ച് ലോക്സഭയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. കേരളത്തിൽ നിങ്ങൾക്ക് അത്രേ പറ്റിയിട്ടുള്ളൂ. ഇനി രണ്ട്, ഞങ്ങൾക്ക് തമിഴ്നാട്ടിലാകട്ടെ അവിടെ രാജസ്ഥാനിലാകട്ടെ ഇന്ത്യയിൽ ഒരിടത്തും ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ ധാരണയുമില്ല. ഇദ്ദേഹം പറഞ്ഞെന്താണ്, അവിടുത്തെ ഞങ്ങളുടെ എം പിയും അവിടെ ഓഫീസിരിക്കുന്നു. എന്താ പ്രശ്നം? ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ വിവിധ ഓഫീസുകളിൽ പോവുകയോ പരസ്പരം ക്ഷണിക്കുകയോ ഒക്കെ ഉണ്ടാകും. അത്തരം കാര്യങ്ങളുണ്ടാകാം. അതിന് ഈ പറയുന്നതിന്റെ വെറാസിറ്റി എനിക്ക് അറിഞ്ഞുകൂടെ ഈ പർട്ടിക്കുലർ ഇൻസിഡന്റിന്റെ. ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ കഴിയുന്ന കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുമായി അങ്ങേയറ്റത്തെ അകൽച്ചയാണ് ഞങ്ങൾക്കുള്ളത്. എന്നാൽ ഇതേ BJPക്ക് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരുമായി യോജിപ്പാണല്ലോ ഉള്ളത്. അവിടെ ഞാൻ പറഞ്ഞുതരാം, കേക്ക് വെറാസിറ്റി ഞാൻ പറയട്ടെ, വെറാസിറ്റി പറഞ്ഞുതരാം. പഹൽഗാമിൽ മത്സരിച്ചത് നമ്മുടെ യൂസുഫ് തരിഗാമി, മുഹമ്മദ് യൂസുഫ് തരിഗാമിക്കെതിരെ ആ മണ്ഡലത്തിൽ നിർത്തിയത് ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി അന്ന് വലിയ ചർച്ചയായതല്ലേ. ഇനി അത് തിരുന്നില്ല. ഇനി പറയട്ടെ, കാശ്മീരിലെ PDP ആരാ? കാശ്മീരിലെ PDPയുമായി ഇവർ മുന്നണിയായിരുന്നില്ലേ? കേരളത്തിലെ ഇവർ മുന്നണിയായിരുന്നില്ലേ? കാശ്മീരിലെ ഞാൻ പറയാം. കേരളത്തില് അങ്ങനെ സംസാരിച്ചാൽ സമയം പോകും. നമ്മുടെ മറ്റു രണ്ടുപേരും കൂടെ നിൽക്കാം. ഒരു കാര്യം ഈ ചർച്ചയില് ഞാൻ പറയുന്നില്ല, പറഞ്ഞ പിന്നെ അങ്ങോട്ടേക്ക് പോയി. ഈ ചർച്ചയിൽ എത്ര നല്ല നിലയിൽ പോകായിരുന്നു. വെറുതെ പറഞ്ഞ് എന്തൊക്കെയോ ഒച്ചവെക്കുകയാണ്. അതിന്റെ കാര്യമില്ല, നമുക്ക് എല്ലാവരും ഒച്ചവെക്കാൻ താല്പര്യമില്ല. വെയിറ്റ് ചെയ്യൂ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞ് ഒച്ചവെക്കരുത്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യം, ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യം ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അവർ പറയാണ് PDPയുടെ കാര്യം. PDP ഒരു മതരാഷ്ട്രം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടി ആയിരുന്നല്ലോ ഒരു ഘട്ടത്തിലും. ഇനി രണ്ട്, PDPയുടെ സ്ഥാപകനായിരുന്ന അബ്ദുൽ നാസർ മഅദനി ISS എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങളിൽ മതഭീകരതയും തീവ്രവാദവും വളർത്തുന്നു. അന്ന് അതിനെ ശക്തമായി എതിർത്ത സംഘടനയുടെ പേരാണ് CPIM ഇടതുപക്ഷവും. ഞങ്ങൾക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല, ശക്തമായി എതിർത്തിരുന്നു, ഏറ്റുമുട്ടി നിന്നിരുന്നു. ഇന്ന് പോപ്പുലർ ഫ്രണ്ടിനോടും ജമാഅത്തിനോടും ഏറ്റുമുട്ടിയിരുന്നു. അത് ഞങ്ങൾ രക്തസാക്ഷികളുമായിട്ടുണ്ട്. ഇനി അടുത്ത് കേട്ടോ, ഇവരാരും രക്തസാക്ഷികളായിട്ടില്ല എന്നും കൂടി ഓർമ്മിക്കണം. ഇനി അടുത്തിരുന്നില്ല. ആ മഅദനി അദ്ദേഹത്തിന്റെ തീവ്രവാദ സ്വഭാവം ഉപേക്ഷിച്ച് മുന്നോട്ട് വരുന്നു. അന്നതിന് സ്വീകരിക്കാനും ആനയിക്കാനും മുൻപന്തിയിൽ ഒരുപാട് പേർ നിന്നിരുന്നു. ഒരാൾ NK പ്രേമേന്ദ്രനായിരുന്നു.